ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അനു, ആദില, നൂറ ഇവർക്കൊക്കെ ഒരു വാണിംഗുമായിട്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ അനുവിനും ആദില, നൂറയ്ക്കും ഇവർക്കെല്ലാം ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പണിയാണ് ഡ്രസ്സിംഗ് റൂമിൽ 3 പേരും ഒരുമിച്ച് കയറിയിരിക്കൽ. കഴിഞ്ഞൊരു ദിവസം തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഉറങ്ങാനായിട്ട് അനുവും നൂറയും പുറത്തുള്ള ഊഞ്ഞാലിലുള്ള ഒരു കുഷനെല്ലാം എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഉറങ്ങാനായിട്ട് പോകും. അത് കണ്ടതോടുകൂടി ബിഗ് ബോസ് അവർക്കൊരു വാണിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂം ഉറങ്ങാനായിട്ടുള്ളതല്ല, അത് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അനുവിനും നൂറയ്ക്കും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അനുവും നൂറയും അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഉറങ്ങാനല്ല പോയത്, അവിടെ ക്ലീൻ ആക്കാനാണ് പോയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഊരാൻ നോക്കി. എന്നാൽ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ അത് പൊളിച്ചടക്കി കൈ കൊടുക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ലാലേട്ടൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ ഡ്രസ്സിംഗ് റൂമിൽ എന്തിനാണ് നിങ്ങൾ 3 പേരും ഒരുമിച്ച് കയറുന്നത്? അപ്പോൾ അനുമോള് പറയും, മുമ്പൊരിക്കൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ലാലേട്ട എന്നെല്ലാം ചിരിച്ചോണ്ട് പറയുമ്പോൾ, ഈ വീക്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നൊരു വാണിംഗ് കിട്ടിയിട്ടില്ലേ എന്നെല്ലാം കുറച്ച് കട്ടക്കലിപ്പിൽ ലാലേട്ടനോട് ചോദിക്കും. അപ്പോൾ ഇവര് 3 പേരും ഒന്നും അറിയാത്ത പോലെ നിൽക്കും. അനുക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണോ, അതാണോ ലാലേട്ടൻ ചോദിക്കുന്നത് എന്ന രീതിയിലൊക്കെ അങ്ങനെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, കറക്റ്റ് ടൈം കറക്റ്റ് ഡേറ്റ് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് എഴുതി അയക്കാം, നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന ലാലേട്ടനെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ലാലേട്ടനും ബിഗ് ബോസുമാണ്. പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.